അടുത്തതായി ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്ന ആ യൂണിറ്റ് എന്തൊക്കെയാണ്? അതിന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നു. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ കാണപ്പെടുന്നത് ഒരു DNA ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 3 റീജിയനുകളാണ് കാണാം. സോ DNA കാണുന്ന ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുകളാണ്: 1 പ്രൊമോട്ടർ, 2 സ്ട്രക്ചറൽ ജീൻ, 3 ടെർമിനേറ്റർ. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. ഈ 3 റീജിയനുകളാണ് DNA ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. അതിൽ കുറച്ചൊക്കെ നമുക്ക് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുക, ടെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യുന്ന ഏത് ജീനിൽ നിന്നാണോ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഈ 3 മെയിൻ റീജിയനുകളാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് DNA നിന്ന് RNA ആണ് കോപ്പി ചെയ്യുന്നത്. സോ ഇവിടെ ആ ന്യൂക്ലിയോടൈഡുകൾ തന്നെയാണ് ആഡ് ചെയ്യുന്നത്, പക്ഷേ DNA പകരം RNAയുടെ ന്യൂക്ലിയോടൈഡുകളാണ് പോളിമറൈസേഷൻ നടത്തുന്നത്. സോ RNAയുടെ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ വരേണ്ട എൻസൈം RNA പോളിമറൈസ് ആണ്. പക്ഷേ DNAയുടെ ടെംപ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പോളിമറൈസേഷൻ ഓഫ് RNA ന്യൂക്ലിയോടൈഡുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ ട്രാൻസ്ക്രിപ്ഷന് വേണ്ട എൻസൈം എന്ന് പറയുന്നത് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. സോ ട്രാൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്ന എൻസൈം എന്താണ്? DNA ഡിപ്പെൻഡൻറ്റ്, DNA ടെംപ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് RNA ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുന്നതും. സോ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈമാണ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ട എൻസൈം. സോ ആ എൻസൈമും, അതായത് RNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം, ആ എൻസൈമിനും കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. 5' to 3' ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ DNA പോളിമറൈസിനെ പോലെ തന്നെ RNA പോളിമറൈസിൻ്റെയും ആക്ടിവിറ്റി. കാറ്റലിറ്റിക് ആക്ടിവിറ്റി 5' to 3' ഡയറക്ഷനിലാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ DNA ടെംപ്ലേറ്റിൽ 2 സ്ട്രാൻഡുകൾ ഉണ്ട് പറഞ്ഞു. അതിൽ ഒരു സ്ട്രാൻഡ് മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് മാത്രമേ അതിൻ്റെ RNAനെ ഇൻഫർമേഷൻ കോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. സോ നമുക്കറിയാം DNA 2 സ്ട്രാൻഡ് ഉണ്ട്, ആൻറ്റി പാരലൽ ആണെന്ന് പറയാം. സോ അതിൽ നിന്നുള്ള DNAയുടെ ഒരു സ്ട്രാൻഡ് 3' to 5' സ്ട്രാൻഡ് ആവും. അതിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നു. അതിൻ്റെ DNAയുടെ അടുത്ത സ്ട്രാൻഡ് 5' to 3' സ്ട്രാൻഡാണ്, അതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നു. സോ ഇതിലെ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ആ DNAയുടെ 2 സ്ട്രാൻഡുകളിൽ ഒന്ന് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഒന്ന് കോഡിംഗ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് 3' to 5' ഡയറക്ഷനിലാണ്. സോ DNAയുടെ 3' to 5' ഡയറക്ഷനിലുള്ള പൊളാരിറ്റിയുള്ള ആ സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും അതുവഴി RNA സിന്തസൈസ് ചെയ്യുന്നു, RNA ന്യൂക്ലിയോടൈഡുകൾ സിന്തസൈസ് ചെയ്യുന്നു, എന്നിട്ട് അത് കോഡ് ഫോർ പ്രോട്ടീനായിട്ട് മാറുന്നു. സോ ട്രാൻസ്ക്രിപ്ഷനിലെ ഒരു സ്ട്രാൻഡ്, ഒരു പൊളാരിറ്റി ഏതാണ്? 3' to 5' ഡയറക്ഷൻ പൊളാരിറ്റിയുള്ള DNAയുടെ ആ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിൽ നിന്ന് RNA സിന്തസൈസ് ചെയ്യുന്നു, RNA ന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്യുന്നു, അതിനുശേഷം അത് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നു. അതേസമയം അതിൻ്റെ ആൻറ്റി പാരലായിട്ട് വരുന്ന അടുത്ത പൊളാരിറ്റി, DNAയുടെ അടുത്ത പൊളാരിറ്റിയുള്ള സ്ട്രാൻഡാണ് 5' to 3' ഡയറക്ഷൻ. സോ 5' to 3' ഡയറക്ഷൻ പൊളാരിറ്റിയുള്ള DNAയുടെ സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡായിട്ടാണ് ആക്ട് ചെയ്യണത്. ഒരെണ്ണം മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ, മറ്റേ സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യണു. പക്ഷേ പേര് മാത്രമേ ഉള്ളൂ കോഡിംഗ് സ്ട്രാൻഡ്. ഇറ്റ് ഡസ് നോട്ട് കോഡ് ഫോർ എനിത്തിങ്. ഇതൊരിക്കലും ഒരു RNAനോ വേറെ ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയപ്പെടുന്നു. ആ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്താണോ നമ്മുടെ DNA ടെംപ്ലേറ്റിൽ നിന്ന് RNA പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ, ഈ DNA ടെംപ്ലേറ്റിൽ നിന്ന് ഏത് RNA സ്ട്രാൻഡാണോ പ്രൊഡ്യൂസ് ചെയ്യണേ അതേ സീക്വൻസ് തന്നെയായിരിക്കും കോഡിംഗ് സ്ട്രാൻഡിൽ. സെയിം ആസ് RNA, DNA ടെംപ്ലേറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ RNAയുടെ പോലത്തെ സീക്വൻസ് തന്നെയായിരിക്കും കോഡിംഗ് സ്ട്രാൻഡിൽ. സെയിം ആസ് RNA, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സെപ്റ്റ് എന്താണ്? തൈമീൻ ആയിരിക്കും ഉണ്ടാവുക. DNA ആയതുകൊണ്ട് തൈമീൻ ആയിരിക്കും. RNA ആകുമ്പോൾ അവിടെ എന്താവും? അറ്റ് ദ പ്ലേസ് ഓഫ് യുറാസിൽ. RNAയുടെ സ്ട്രാൻഡിൽ അവിടെ യുറാസിലാണെങ്കിൽ DNAയുടെ സ്ട്രാൻഡിൽ അവിടെ എന്തായിരിക്കും? തൈമീൻ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും. ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇതാണ് കോഡിംഗ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ സീക്വൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ സീക്വൻസുകൾ നോക്കൂ. 3' to 5' ഡയറക്ഷൻ. നമ്മളിവിടെ പറഞ്ഞതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എങ്ങനെയാണ്? 3' to 5' സ്ട്രാൻഡുള്ള സ്ട്രാൻഡിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് പറഞ്ഞത്.
സോ ആ ടെംപ്ലേറ്റ് ആണ് 3' to 5' ഡയറക്ഷൻ. അവിടെയുള്ള സീക്വൻസുകൾ ATGC 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 എന്ന് പറഞ്ഞ് 3' to 5' ഡയറക്ഷനിൽ അതിൻ്റെ ബേസ് സീക്വൻസുകൾ കാണാം. അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന സ്ട്രാൻഡ് 5' to 3' സ്ട്രാൻഡ്, അതിനെ നമ്മൾ എന്ത് പേരായിട്ട് വിളിച്ചത്? കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിച്ചു. സോ കോഡിംഗ് സ്ട്രാൻഡാണ് 5' to 3' ഡയറക്ഷനിൽ. ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന സീക്വൻസുകൾ ഏതാ? അഡിനിൻ തൈമീൻ, തൈമീൻ അഡിനിൻ, ഗ്വാനിൻ സൈറ്റോസിൻ, സൈറ്റോസിൻ ഗ്വാനിൻ. അങ്ങനെ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എന്താണ്? കോഡിംഗ് സ്ട്രാൻഡ്. ഇതാണ് നമ്മൾ പറഞ്ഞ 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? RNA പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഈ സ്ട്രാൻഡിലെ ഇൻഫർമേഷൻ മാത്രമേ RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിൽ നിന്ന് മാത്രമേ RNA ട്രാൻസ്ക്രൈബ് ചെയ്ത് മാത്രമേ പ്രോട്ടീനായിട്ട് കോഡ് ചെയ്യുള്ളൂ. അടുത്ത സ്ട്രാൻഡ് എന്താണ്? ജസ്റ്റ് കോഡിംഗ് സ്ട്രാൻഡാണ്. ഇതിൽ ഇൻഫർമേഷൻ ഒരിക്കലും RNA ആയിട്ട് മാറില്ല. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട്? ഇത് രണ്ടും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ഒരെണ്ണം മാത്രം 3' to 5' ഡയറക്ഷനുള്ളത് മാത്രം ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യും. മറ്റേത് കോഡിംഗ് സ്ട്രാൻഡ്, ഒന്നും കോഡ് ചെയ്യാത്ത ഒരു കോഡിംഗ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇൻ കേസ് നമ്മുടെ ഈ DNA ടെംപ്ലേറ്റിലത്തെ ഈ സ്ട്രാൻഡിൽ നിന്ന് RNA പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സീക്വൻസാണ് കിട്ടാൻ സാധ്യത? സോ നമ്മൾ പറഞ്ഞു ഈ സ്ട്രാൻഡ് മാത്രമേ എന്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? RNA പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, RNA ട്രാൻസ്ക്രൈബ് ചെയ്യുള്ളൂ. സോ ആ RNA സീക്വൻസാണ് ഈ DNA ടെംപ്ലേറ്റിൽ നിന്ന് കിട്ടിയ RNA സീക്വൻസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കിട്ടുന്ന ഈ RNA സീക്വൻസ് തന്നെ സിമിലർ ടു കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും. ഈ സ്ട്രാൻഡ് സിമിലർ ടു കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും. ഒരു വ്യത്യാസം മാത്രം, ഇതിൽ തൈമീൻ കാണുന്നിടത്തൊക്കെ DNA തൈമീൻ കാണുന്നിടത്തൊക്കെ ഇവിടെ എന്തായിരിക്കും? യുറാസിലായിരിക്കും. ഈ തൈമീൻ കാണുന്നിടത്തൊക്കെ യുറാസിൽ, തൈമീൻ കാണുന്നിടത്തൊക്കെ യുറാസിലായിരിക്കും. ബാക്കിയെല്ലാം ഇതേ കോഡിംഗ് സീക്വൻസ് തന്നെയാണ് നമ്മുടെ RNAക്കും കിട്ടുന്നത്. നോക്കിയാൽ നമുക്ക് തൈമീന് പകരം അഡിനിൻ, ബാക്കി CG, അതുപോലെ ACG നമ്മുടെ ഈ അഡിനീന് പകരം തൈമീന് പേരണിന് പകരം എന്തായിട്ട് RNA ആയിട്ട് വന്നു? യുറാസിൽ. തൈമീന് കോഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് തന്നെയാണ് വരുള്ളൂ? അഡിനീൻ തന്നെ വരുള്ളൂ. അത് തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഗ്വാനിൻ DNA-യിലും സൈറ്റോസിനാണ്, RNA-യിലും സൈറ്റോസിനാണ്. സൈറ്റോസിൻ ഗ്വാനിനായിട്ടേ പേരുള്ളൂ, RNA ആണെങ്കിലും ഗ്വാനാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. തൈമീന് പകരം മാത്രം യുറാസിലായിട്ട് മാറുന്നു. സോ DNA ടെംപ്ലേറ്റിൽ നിന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്ന RNA സീക്വൻസ് എന്ന് പറയുന്നത് സിമിലർ ടു നമ്മുടെ കോഡിംഗ് സീക്വൻസ് അല്ലെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡ് പോലെയാണ്. പക്ഷേ ഒരു വ്യത്യാസം, അവിടെ കോഡിംഗ് സീക്വൻസിൽ അല്ലെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡിൽ തൈമീനാണെങ്കിൽ RNA-യുടെ സീക്വൻസ് വരുമ്പോൾ എന്തായിരിക്കും? അത് യുറാസിലായിരിക്കും. ബിക്കോസ് RNA-യിൽ തൈമീൻ ഇല്ല, യുറാസിൽ മാത്രമേ ഉള്ളൂ.